ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു ടെസ്റ്റ് എഫക്റ്റ് എങ്ങനെ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഒരു ഇമേജ് ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ആദ്യമേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് വേണ്ട ഒബ്ജക്റ്റ് നമുക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. സെലക്ഷൻ കൊടുത്തു നമ്മൾ Ctrl+J അടിച്ച് കോപ്പി എടുക്കുകയാണ്. ഇപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് കട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വേറെ ഒബ്ജക്റ്റ് വേറെ ആയിട്ടാണ് നിൽക്കുന്നത്. അതിന് ശേഷം നമുക്ക് നമ്മളെ ടെസ്റ്റ്, അതായത് ടെസ്റ്റ് എന്താണോ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ടെസ്റ്റ് ടൂൾ എടുത്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ടെസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട സൈസിലേക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ടെസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റിന് വേണ്ട എഫക്റ്റുകളാണ്. അതിനുശേഷം നമ്മൾ ഈ ടെസ്റ്റ് ലെയറിൻ്റെ കോപ്പി Ctrl+J അടിച്ച് ടെസ്റ്റ് ലെയർ കോപ്പി എടുക്കുക. അതിനുശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ്, അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് ഈ രണ്ട് ടെസ്റ്റിൻ്റെയും നടുക്കോട്ട് വലിച്ചിടുക. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ടെസ്റ്റ് ലെയറിൻ്റെ മുകളിൽ ഒരു ഇമേജ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ഒരു ടെസ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ കിടക്കുന്ന ടെസ്റ്റിൻ്റെ ബ്ലെൻഡിങ് ഓപ്ഷൻ എടുക്കുക. ബ്ലെൻഡിങ് ഓപ്ഷനിൽ നമ്മുടെ ബ്ലെൻഡ് മോഡ് മൾട്ടിപ്ലൈ ആക്കി കൊടുക്കുക. അതിനുശേഷം അതേ ടെസ്റ്റ് ലെയറിൻ്റെ സ്ട്രോക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ 13 കൊടുത്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ടെസ്റ്റ് ലെയറിൻ്റെ ഒരെണ്ണം സ്ട്രോക്കും ഒരെണ്ണം കളർ ഫില്ലുമാണ് നിൽക്കുന്നത്. നമുക്ക് ആ ടെസ്റ്റ് ലെയർ രണ്ടും കൂടി ഒന്ന് കൺട്രോൾ പിടിച്ച് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് വേണ്ട രീതിയിൽ ആ ഒരു ടെസ്റ്റ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.